ഹായ് ഫ്രണ്ട്സ്, ഗീതാഞ്ജലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എല്ലാവരും ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ. ഇതിവിടുത്തെ നല്ല നാട്ടുമാങ്ങയാണ്, ഇപ്പം ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഇട്ട് കടുക് പൊടിച്ച മാങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ തോലുമാങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ നാടൻ മാങ്ങ കൊണ്ടൊരു ചെത്തുകറിയാണ്. കടുമാങ്ങയ്ക്ക് തുല്യം തന്നെ പ്രാധാന്യമുള്ളതാണ് ചെത്തുകറി. നമുക്ക് വർഷങ്ങളോളം കേടുവരാതെ ഇരിക്കാനും ഈ നാടൻ മാങ്ങയുടെ ചെത്തുകറി ആണെങ്കിൽ പറ്റുള്ളൂ കേട്ടോ. മറ്റേ മാങ്ങ മൂവാണ്ടനൊക്കെ ഇട്ട് അപ്പം തന്നെ കൂട്ടാനേ പറ്റുള്ളൂ. ഇതാണ് മാങ്ങ. ഇത് ചെറിയതാണ്. നാട്ടുമാങ്ങ എപ്പോഴും ചെറുതേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നമുക്കിത് ചെത്തിയിടാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ടൊന്നും വേണ്ട കേട്ടോ. മുളക് പൊടി, ഉലുവപ്പൊടി, കായം, ഉപ്പ്, എണ്ണ, ഇത്രയേ വേണ്ടൂ കേട്ടോ. ഇത് നല്ല വാസനയായിട്ട്, നല്ല ചൊനയുടെ വാസന വരുന്നുണ്ട്. നമുക്കിത് ചെറുതായിട്ട് ചെത്താം. നമ്മുടെ മാങ്ങ ഇതുപോലെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പിടാം. നമുക്ക് ഉപ്പിലിട്ടതെന്നല്ലേ പറയാം, അപ്പോൾ ഉപ്പ് ഇത്തിരി വേണം കേട്ടോ. ഇത് പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടേ ഇത്തിരി ഉപ്പ് ഇത്തിരി നല്ലോണം വേണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. ചിലവർക്ക് എരിവ് ഒട്ടും പറ്റില്ലല്ലോ. അപ്പം നമുക്കൊരു സ്വല്പം മുളക് പൊടി കൂടി ചേർക്കാം. ഇതിലേക്ക് ഉലുവാപ്പൊടി. ഉലുവ വറുത്ത് പൊടിച്ച് വച്ചേക്കുന്നതാണ്. നമുക്ക് കായം ചേർക്കാം. കായം ഞാൻ വറുത്ത് പൊടിച്ചൊന്നല്ല കേട്ടോ, പച്ച തന്നെയാണ് ഇടുന്നത്. ഇത്രയുള്ള കഷ്ണമായിട്ട് ഞാൻ ഇടണം കേട്ടോ. കായം ഇതിന് നന്നായിട്ട് വേണം. എന്ന് വെച്ചാൽ ചെത്തുകറിക്ക് ഏറ്റവും വാസന വരണത് കായത്തിൻ്റെയാണ്. അപ്പം കായം നല്ലോണം വേണം. പൊടിയാണെങ്കിലും ഇടാം കേട്ടോ. ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പും മുളക് പൊടി, കായം, ഉലുവാപ്പൊടി. തിളപ്പിച്ചാറ്റിയ വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. കുറച്ച് ചാറ് വേണം. ഉപ്പിലിട്ടതിൻ്റെ എല്ലാ കൂട്ടും കഴിഞ്ഞതിന് അവസാനം നമുക്ക് എണ്ണ ഒഴിക്കാം. കേട് വരാതിരിക്കാനും നല്ല സ്വാദിനും വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കാം. നല്ല എള്ളെണ്ണ തന്നെയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് നാളെ നമുക്ക് പാത്രത്തിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഉപ്പും മുളകൊക്കെ പിടിക്കണമല്ലോ. ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്കറിയാം. നാളെ വൈകുന്നേരത്തോട് ഇത് പാത്രത്തിലാക്കാം. അപ്പോൾ ഉപ്പൊക്കെ പോരെങ്കിൽ നമുക്ക് അപ്പം ചേർക്കാം. നല്ല സ്വാദുള്ള കറിയാണ്. കഞ്ഞിക്കും ചോറിനും എല്ലാത്തിനും കഴിക്കാം. അപ്പോൾ ഈ ചെത്തുകറി നമുക്ക് എല്ലാം മാങ്ങ കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. മൂവാണ്ടനോ കൊണ്ടൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അത് അപ്പം തന്നെ കൂട്ടാനേ കൊള്ളുള്ളൂ. അപ്പോൾ ഈ നാടൻ മാങ്ങ അതിൻ്റെ ചൊനയുടെ സ്വാദും എല്ലാം കൂടി കുറേ നാളിരിക്കാനും ഇത് നല്ലതാണ്. പിന്നെ ഇത് മനകളിലും പഴയ തറവാടുകളിലൊക്കെ ഇത് വളരെ പ്രസിദ്ധമാണ് കേട്ടോ ഈ മാങ്ങ. ഇവിടെ അമ്മയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാറുണ്ട്. എൻ്റെ അമ്മയും അമ്മൂമ്മയൊക്കെ സ്ഥലമായിട്ട് ഈ മാങ്ങ ഉണ്ടാക്കി വെച്ചാൽ ഇത് ഒരു 6 മാസം കഴിഞ്ഞിട്ട് കൂട്ടുമ്പോൾ അതിൻ്റെ സ്വാദം ഒന്നും കൂടി കൂടുകയാണ് ഈ മാങ്ങയ്ക്ക്. അപ്പോൾ മാങ്ങ ഒന്നാണെങ്കിലും പല തരത്തിലുള്ള ഉപ്പിലിട്ടതൊക്കെ പഴയ തറവാടുകളുടെയൊക്കെ ഇഷ്ടം പോലെ കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.